നമസ്കാരം. കേരളത്തിൽ പുതിയൊരു തട്ടിപ്പ് സംസ്കാരം വേരുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാലങ്ങളായി നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിലനിന്നിരുന്ന പവിത്രമായ കുടുംബ ബന്ധങ്ങളുടെയും വിവാഹ സമ്പ്രദായങ്ങളുടെയും അന്തസ്സത്തെ ചോർത്തിക്കളയുന്ന രീതിയിലാണ് ഇന്ന് പലവിധ കെണികളുമായി പുതിയ ഏജന്റുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. പണത്തിന്റെ ധൂർത്തോ ആഡംബരമോ ഇല്ലാതെ ലളിതമായി വിവാഹം നടത്താം എന്ന പേരിൽ പ്രചരിക്കുന്ന ഇത്തരം വാഗ്ദാനങ്ങൾ വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, നമ്മുടെ സാമൂഹിക ഘടനയെയും സദാചാര ബോധത്തെയും വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയാണ്. 5 ലക്ഷം രൂപയുടെ പാക്കേജുമായാണ് ഏജന്റുമാർ വരുന്നത്. ഫോട്ടോകൾ മുൻകൂട്ടി നൽകാനോ കൃത്യമായ മേൽവിലാസങ്ങൾ വെളിപ്പെടുത്താനോ തയ്യാറാകാതെ നേരിട്ടെത്തി പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടണം എന്നതാണ് ആദ്യ നിബന്ധന. പൂർണ്ണമായും അദൃശ്യരായ ഏജന്റുമാരുടെ നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്ന ഇത്തരം ഇടപാടുകൾ നിയമപരമായ പരിശോധനകളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ മാത്രമാണ്. സുതാര്യതയില്ലാത്ത ഇത്തരം ചടങ്ങുകൾക്ക് പിന്നിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടും ഇരകൾ ആരും തന്നെ നേരിട്ട് പരാതി നൽകാൻ മുന്നോട്ട് വരാത്തത് കൊണ്ട് മാത്രം നിയമത്തിന്റെ കരങ്ങളിൽ നിന്ന് ഇത്തരം കുറ്റവാളികൾ എളുപ്പത്തിൽ ഊരിപ്പോരുന്ന സാഹചര്യം ആശങ്കാജനകമാണ്. ഭയം കൊണ്ടോ അജ്ഞത കൊണ്ടോ പരാതി നൽകാൻ മടിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ഇത്തരം നിയമപരമായ പഴുതുകൾ അടച്ചുപൂട്ടേണ്ടതുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുക്കാനും ശക്തമായ നടപടിയെടുക്കാനും പോലീസിന് പ്രത്യേക അധികാരങ്ങൾ നൽകേണ്ടതുണ്ട്. ഹിന്ദിയും ഉറുദുവും മാത്രം സംസാരിക്കുന്ന അന്യസംസ്ഥാനങ്ങളിലെ പെൺകുട്ടികൾ ചുരുങ്ങിയ മാധ്യമങ്ങൾ വഴിയോ 6 മാസം കൊണ്ടോ മലയാളം പഠിച്ച് കേരളീയ കുടുംബങ്ങളുമായി ഇഴുകിച്ചേരുമെന്ന അവകാശവാദം തികച്ചും അപ്രായോഗികവും മിഥ്യാധാരണാപരവുമാണ്. യാതൊരുവിധ മാനസിക പൊരുത്തവും ഇല്ലാതെ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും പെട്ടെന്നൊരു കുടുംബത്തിലേക്ക് പറിച്ച് നടപ്പെടുന്ന സ്ത്രീകൾ പിന്നീട് കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഗാർഹിക പീഡനങ്ങൾക്കുമാണ് ഇരയാക്കപ്പെടുന്നത്. ഇത്തരം ഹൈദരാബാദ് വിവാഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരിൽ ഭൂരിഭാഗവും ഇതിനകം വിവാഹിതരായവരോ അല്ലെങ്കിൽ മുൻബന്ധങ്ങൾ തകർന്നവരോ ആണ്. യാതൊരുവിധ സാമൂഹിക ഉത്തരവാദിത്വവും ഇല്ലാതെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി പിന്നീട് എളുപ്പത്തിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിനായി ബന്ധങ്ങൾ വിച്ഛേദിക്കുകയോ ചെയ്യുന്ന പുതിയൊരു സംസ്കാരം നമ്മുടെ കേരളീയ കുടുംബങ്ങളിൽ വേരുറപ്പിക്കുന്നത് വലിയൊരു ഭീഷണിയാണ്. 2 or 3 വർഷങ്ങൾക്ക് ശേഷം ബന്ധം വേർപെടുത്തി കൊടുക്കുന്നതിനായി 8 or 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങി നൽകുന്ന പ്രത്യേക ഏജന്റുമാർ സജീവമാണെന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിന്റെ പേരിൽ വാങ്ങുന്ന വലിയ തുകയുടെ ചെറിയൊരു ഭാഗം മാത്രം പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകി സിംഹഭാഗവും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഈ ഒരു മാഫിയ സംഘങ്ങൾ നിയമത്തെയും കോടതിയെയും നോക്കുകുത്തികളാക്കുകയാണ്. സ്ത്രീകളെ വെറും പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം കാണുന്ന ഇത്തരം ധാർമ്മിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ജനരോഷം ഉയരേണ്ടതുണ്ട്. ശാന്തിയും സമാധാനവും സാംസ്കാരിക പൈതൃകവും കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നുള്ള ഇത്തരം കുറ്റവാളി സംഘങ്ങൾ പിടിമുറുക്കുന്നത് നാടിന്റെ ക്രമസമാധാന നിലയെ തന്നെ ഗുരുതരമായി ബാധിക്കും. യാതൊരുവിധ രേഖകളോ കൃത്യമായ വിലാസങ്ങളോ ഇല്ലാത്ത മനുഷ്യർ വ്യാപകമായി വന്നു പോകുന്നതും ഇത്തരം വ്യാജ വിവാഹങ്ങളുടെ പേരിൽ ആളുകൾ തമ്മിൽ ഇടപെടുന്നതും ഭാവിയിൽ വലിയ തോതിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും സുരക്ഷാ വീഴ്ചകൾക്കും വഴിവെച്ചേക്കാം. സാമൂഹിക മാധ്യമങ്ങളുടെ അതിപ്രസരണവും എളുപ്പത്തിൽ പണമുണ്ടാക്കാനും ആഡംബര ജീവിതം നയിക്കാനുമുള്ള ചിലരുടെ ആഗ്രഹവും മുതലെടുത്താണ് ഇത്തരം തട്ടിപ്പുകാർ തങ്ങളുടെ വലവിരിക്കുന്നത്. യാഥാർത്ഥ്യബോധമില്ലാത്ത വാഗ്ദാനങ്ങളിൽ മയങ്ങി സ്വന്തം ജീവിതവും ഭാവിയും നശിപ്പിക്കുന്ന യുവതലമുറയെ ബോധവൽക്കരിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തം കൂടിയാണ്. മിഥ്യാധാരണകൾ പരത്തുന്ന ഇത്തരം ഓൺലൈൻ പരസ്യങ്ങൾക്കും പേജുകൾക്കുമെതിരെ ശക്തമായ സൈബർ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. ഭാരതീയ സംസ്കാരം സ്ത്രീ സമൂഹത്തിന് നൽകുന്ന ഉന്നതമായ സ്ഥാനങ്ങളെയും ആദരവിനെയും കാറ്റിൽ പറത്തുന്ന ഇത്തരം കച്ചവട കണ്ണുകൾക്കെതിരെ നാം ഒരേ മനസ്സോടെ പ്രതിരോധം തീർക്കണം. കുടുംബം എന്നത് ഭാരതീയ സംസ്കൃതിയുടെയും സനാതന മൂല്യങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ അടിത്തറയാണ്. പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും ദീർഘകാലമായുള്ള പൊരുത്തപ്പെടലുകളിലുമാണ് ഓരോ വിവാഹബന്ധവും ഉറച്ചു നിൽക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് വിപണിവൽക്കരണത്തിന്റെ ഭാഗമായി മനുഷ്യ ജീവിതത്തെ പോലും കച്ചവട ചരക്കാക്കി മാറ്റുന്ന പ്രവണതയാണ് ചില കോണുകളിൽ നിന്നും ഉണ്ടാകുന്നത്. ഹൈദരാബാദ് പോലുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർധന കുടുംബത്തിലെ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് കുറഞ്ഞ ചെലവിൽ വിവാഹം വാഗ്ദാനം ചെയ്ത് കേരളത്തിലേക്ക് ഏജന്റുമാർ നടത്തുന്ന ഇത്തരം ഇടപാടുകൾ മനുഷ്യാവകാശങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. സാമ്പത്തിക പരാധീനകൾ മൂലം ജീവിക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടുന്ന റാക്കറ്റുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വങ്ങളെയും തൊഴിലില്ലായ്മയും കുറ്റകൃത്യങ്ങളായി ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം മാഫിയ സംഘങ്ങൾ നമ്മുടെ നാടിന്റെ ക്രമസമാധാന നിലയ്ക്കും സുരക്ഷയ്ക്കും വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ അടിസ്ഥാനപരമായ അന്തസ്സിനെ പോലും വിലപേശൽ വസ്തുവായി മാറ്റുന്ന ഈ ഒരു സംസ്കാരം ഒരിക്കലും ഒരു ആരോഗ്യകരമായ സമൂഹത്തിന് ഭൂഷണമല്ല.
ദേശീയതയും ധാർമ്മിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം അനധികൃത ഇടപാടുകൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. വ്യാജ വാഗ്ദാനങ്ങളുടെയും മിഥ്യാധാരണകളിൽപ്പെട്ട് സ്വന്തം ജീവിതവും കുടുംബവും തകർന്നു പോകുന്ന യുവാക്കളെയും കുടുംബങ്ങളെയും രക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. ഇത്തരം തട്ടിപ്പുകളുടെ യഥാർത്ഥ ഇരകൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളാണ്. യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെ അപരിചിതമായ ഒരു സംസ്കാരത്തിലേക്കും ഭാഷയിലേക്കും പറിച്ചറിയപ്പെടുന്ന ഇവർക്ക് പിന്നീട് നീതി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പേരിന് മാത്രം ചെറിയൊരു തുക നൽകി ബാക്കി തുക മുഴുവൻ കമ്മീഷനായി തട്ടിയെടുക്കുന്ന ഏജന്റുമാർ കേരളത്തിലെ കുടുംബ വ്യവസ്ഥയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരെ നിയമപാലകരും ജനപ്രതിനിധികളും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. പരാതികളില്ല എന്ന കാരണത്താൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന നിയമപരമായ പഴുതുകൾ അടയ്ക്കപ്പെടണം. രാഷ്ട്രീയതരമായി ചിന്തിച്ചാൽ പോലും നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തനിമയെ തകർക്കുന്ന ഇത്തരം പ്രവണതകളെ ചെറുത്തു തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. ഭാരതീയ സംസ്കാരം കുടുംബത്തിന് നൽകുന്ന പവിത്രതയും സ്ത്രീ സമൂഹത്തിന് നൽകുന്ന ആദരവിനെയും ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഇത്തരം കച്ചവട കണ്ണുകൾക്കെതിരെ ശക്തമായ ജനകീയ ജാഗ്രത അനിവാര്യമാണ്. ഭാരതീയ സംസ്കൃതിയിൽ വിവാഹം എന്നത് വെറുമൊരു കരാറല്ല, അത് രണ്ടാത്മാക്കളും കുടുംബവും തമ്മിലുള്ള പവിത്രമായ കൂട്ടിച്ചേർക്കലാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മാറിയ ജീവിത രീതികളുടെയും അമിതഭോഗ സംസ്കാരത്തിൻ്റെയും ഫലമായി ഈ ഒരു വിശുദ്ധമായ ബന്ധം പോലും വിപണിയിലെ ഒരു ചരക്ക് പോലെ വിലപേശലിന് വിധേയമാക്കപ്പെടുന്നത് അത്യന്തം വേദനാജനകമാണ്. പണത്തിൻ്റെയും സൗകര്യങ്ങളുടെയും മാത്രം അളവുകോലിൽ മനുഷ്യബന്ധങ്ങളെ അളക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ പരമ്പരാഗത മൂല്യങ്ങളും മാനുഷിക മുഖവുമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അന്നന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്നതുമായ നിർധന കുടുംബത്തിലെ പെൺകുട്ടികളുടെ നിസ്സഹായ അവസ്ഥയാണ് ഇത്തരം ഏജന്റുമാർ തങ്ങളുടെ ബിസിനസ്സിനായി ഏറ്റവും കൂടുതൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ സ്വന്തം പെൺമക്കളുടെ ജീവിതം പോലും വിൽക്കാൻ നിർബന്ധിതരാകുന്ന ദയനീയമായ അവസ്ഥയാണ് ഹൈദരാബാദ് പോലുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. ഈ പാവങ്ങളുടെ കണ്ണീരിൽ പച്ച പിടിക്കുന്ന ഇത്തരം ചൂഷണങ്ങളെ ഒരു സാംസ്കാരിക സമൂഹത്തിനും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെയും സദാചാര ബോധത്തെയും തകിടം മറിക്കുന്ന ഇത്തരം വ്യാജ വിവാഹ റാക്കറ്റുകൾക്കെതിരെ ഭരണകൂടവും പോലീസും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം രേഖാമൂലമുള്ള പരാതികളുടെ കുറവ് പറഞ്ഞ് ഇത്തരം കുറ്റകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ നിയമപാലകർക്കാവരുത്. സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം അനീതികൾക്കെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും സാംസ്കാരിക തനിമയ്ക്കും വെല്ലുവിളിയാകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളെ വേരോടെ പിഴുതെറിയാൻ സർക്കാരും ഏജന്റുമാരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം. വ്യാജ വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന പാവപ്പെട്ട മനുഷ്യരെ ബോധവൽക്കരിക്കാനും ഇത്തരം സംഘങ്ങളുടെ വേരുകൾ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശക്തമായ അന്വേഷണങ്ങൾ അനിവാര്യമാണ്. ഒപ്പം കുടുംബങ്ങളുടെ പവിത്രതയും സ്ത്രീകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ശക്തമായ നിയമനിർമ്മാണങ്ങളും സാമൂഹിക ഇടപെടലുകളും കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ ഇത്തരം മാഫിയ സംഘങ്ങളുടെ പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.